ഗൾഫ് വാർത്തകൾ. സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെ കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധന കർശനമായി തുടരുന്നു. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡുകളിൽ 23,040 പേര് അറസ്റ്റിലായി. റമദാൻ മാസത്തോടനുബന്ധിച്ച് UAE-യിൽ 2,592 തടവുകാർ മോചിതരാകും. UAE പ്രസിഡന്റും വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളും ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. സൗദിയിൽ ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഉപയോഗത്തിന് 900 റിയാൽ വരെയാണ് പിഴയെന്ന് ഓർമ്മപ്പെടുത്തി ട്രാഫിക് വകുപ്പ്. ഔദ്യോഗിക X അക്കൗണ്ടിലാണ് വിവിധ പിഴകൾ സംബന്ധിച്ച അറിയിപ്പ്. വെടിയുണ്ടകളുമായി വിമാനത്താവളത്തിൽ പിടിയിലായ വടക്കേ അമേരിക്കൻ സ്വദേശിയായ എയർ ട്രാഫിക് കൺട്രോളറെ കോടതി വെറുതെ വിട്ടു. രാജ്യത്ത് 13 വർഷത്തെ സർവീസുള്ള 44-കാരനാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിയിലായത്. റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് UAE മാസപ്പിറവി നിർണയ സമിതി. ഷബാൻ 29 ഞായറാഴ്ച റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കണമെന്ന് UAE മാസപ്പിറവി നിർണയ സമിതി രാജ്യത്തെ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. UAE-യിൽ കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തുടരുന്ന സാഹചര്യത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള 13 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ശനിയാഴ്ച രാവിലെയാണ് വിമാനങ്ങൾ മറ്റ് എയർപോർട്ടുകളിലേക്ക് വഴിതിരിച്ചുവിട്ടത്. UAE-യിൽ കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ UAE-യുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയായിരുന്നു. ഇടിമിന്നലിനോട് കൂടിയ മഴയ്ക്ക് പുറമെ ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവുമുണ്ടായി. വധശിക്ഷയും കാത്ത് 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന യുവാവിന്റെ ജീവനൊടുവിൽ അധികൃതർ വില നിശ്ചയിച്ചു. 34 കോടി രൂപ. ഫറോക്ക് കോടമ്പുഴ സ്വദേശിയായ അബ്ദുറഹിമിന്റെ മോചനത്തിനായാണ് സൗദി കുടുംബം ഈ ഭീമമായ ദയാധനം ആവശ്യപ്പെട്ടത്. സൗദി അറേബ്യയിൽ താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കൈമാറ്റം ചെയ്യുന്നതിനോ തൊഴിലിൽ നിയമിക്കുന്നതിനോ അവർക്ക് അഭയം നൽകുകയോ ചെയ്യുന്നവർക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി അധികൃതർ. നിയമലംഘനം നടത്തുന്നവർക്കുള്ള ശിക്ഷ കടുപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. UAE-യിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഴ തുടങ്ങി. അബുദാബിയിലും ഷാർജയിലും ഉൾപ്പെടെ പാർക്കുകളും മലയോര പാതകളും അടച്ചു. ബീച്ചുകളും അടച്ചിടും. ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ട് നിർത്തിവെച്ചു. അബുദാബി ക്ഷേത്രത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി.